നമുക്കിന്നൊരു കോളിഫ്ലവർ മസാലക്കറി തയ്യാറാക്കാം. അതിനായിട്ടൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണേ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളിക്ക വേണം, കുറച്ച് കുഞ്ഞുള്ളി വേണം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു സവാള, കുറച്ച് മല്ലിയില, പിന്നെ പച്ചമുളക്. ആദ്യം തന്നെ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാക്കണം. പാൻ നന്നായിട്ട് ചൂടാവട്ടെ. അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അത് ചേർക്കാത്തത്. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടമാകും. ഞാനിത് മോന് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നത്. മോന് മാത്രമല്ല നമുക്കും കഴിക്കാം, ചോറിനും കഴിക്കാം, ചപ്പാത്തിക്കൊക്കെ കഴിക്കാം. ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ മാറി ഒരു ഗോൾഡൻ കളറാണ്, ലൈറ്റ് ഗോൾഡൻ കളറായാൽ മതി, ഒത്തിരി കരിഞ്ഞൊന്നുകൊണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവോളയാണ് ചേർത്തേക്കുന്നത്. ഇത് ഒത്തിരി വാടിയൊന്നും വരില്ല, ചെറുതായിട്ടൊന്ന് അതിനൊരു നിറമൊന്ന് മാറിയാൽ മതി. നമുക്കതിലേക്ക് കുഞ്ഞുള്ളിയും ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കുക. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമുക്ക് എണ്ണം കൂട്ടാതെ എരിവനുസരിച്ച് എണ്ണം കൂട്ടാം. ഇപ്പം എനിക്ക് ഒത്തിരി എരിവ് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് ഇട്ടത്. നമുക്ക് അതിനനുസരിച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. രാവിലെ ലഞ്ച് ബോക്സിലോട്ടൊക്കെ കൊടുക്കാനായിട്ട് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ഈ സവാള വഴറ്റുന്ന സമയത്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇത് ചേർക്കാം. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വാടി വരണം. അതിനുവേണ്ടി നമ്മൾ അടച്ചു വെച്ചിട്ടാണ് ഇനി വേവിക്കുന്നത്. മൂടി വെച്ച് അടച്ചു വെക്കുക. ഇടയ്ക്ക് നമ്മളതൊന്ന് തുറന്ന് അടി പിടിക്കുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. രണ്ടും തവണ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് അതൊന്ന് വെന്ത് വരും. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്ത മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക. നന്നായിട്ട് മിക്സ് കൊടുക്കണം. ഇനി മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോരുതേ. ഈ സമയത്ത് ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വേണം അത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതൊരു അര സ്പൂൺ ചേർത്താൽ മതി. ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ ഗരം മസാലയാണ് ചേർത്തേക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കോളിഫ്ലവർ നമുക്ക് ഇട്ട് കൊടുക്കാം. മസാലയെല്ലാം കോളിഫ്ലവർ പിടിച്ചിട്ടുണ്ട്. നമുക്കിത് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്.
മസാലയെല്ലാം കോളിഫ്ലവറെ പിടിച്ചിട്ടുണ്ട്. ഇത് ഒത്തിരി ഗ്രേവി ഒന്നുമില്ല, എന്നാലും നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്തേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ചേർന്നില്ലെങ്കിൽ ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അത് ഏകദേശം തയ്യാറായിട്ട് കോളിഫ്ലവറൊന്നും കുഴഞ്ഞൊന്നും പോകത്തില്ല. നല്ല നമ്മൾ ഇട്ടതെങ്ങനെയാണ് അതുപോലെ തന്നെ ഓരോരോ കോളിഫ്ലവറായിട്ട് നമുക്ക് കിടക്കുന്നത്. പിന്നെ ഞാൻ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കം എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണ് ചേർത്തത്. ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. മല്ലിയില ചേർക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നു. ഇനി നമുക്ക് അതിന് നേരെ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. മല്ലിയില കൂടി ചേർത്ത് കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ബാക്കി അതിൻ്റെ ആ ഒരു ചൂടിൽ അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കോളും. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അവർ വെറുതെ ആണെങ്കിലും ഇത് കഴിച്ചോളും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.